2 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം 10-ാമത്തെ വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അടുത്ത വാക്യം. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. കർത്താവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? 3 പ്രധാന ചിന്തകളാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. 1, നിങ്ങളുടെ വിളി നിങ്ങൾ ഉറപ്പാക്കണം. 2, നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ബോധ്യമാക്കണം. 3, ഇടറിപ്പോകരുത്. അങ്ങനെ ചെയ്താൽ ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ള, യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് ധാരാളമായി ലഭിക്കും. പത്രോസിന്റെ ലേഖനത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. കപ്പദോക്കിയിലും ഫ്രുഗിയിലും ഗലാത്തിയിലും ബിഥുന്യയിലും ഒക്കെ ചിതറി താമസിക്കുന്ന വിശുദ്ധന്മാർ, ക്രിസ്തുവിൽ വിശ്വസിച്ചത് മുഖാന്തരം ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് ജീവിക്കുന്നവർ, വൃതന്മാർ, തങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധരക്തത്താൽ കഴുകൽപ്പെട്ടവർ, തളിക്കപ്പെട്ടവർ, അവരോട് പറയുകയാണ്, നിങ്ങൾ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്, യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചവരാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പാക്കണം. യു ഹാവ് ടു കൺഫേം യുവർ കോളിംഗ് ആൻഡ് യുവർ ചൂസിങ്. ദൈവം എന്നെ തന്റെ വിശുദ്ധ വിളി കൊണ്ട് വിളിച്ചു. ഉന്നതമായ വിളി, സ്വർഗീയമായ വിളി, അത്യന്തം ശ്രേഷ്ഠകരമായ ഒരു വിളി ദൈവം നമുക്ക് തരികയുണ്ടായി. പത്രോസിന്റെ ലേഖനത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. പത്രോസിനുണ്ടായ 2 വിളി നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്, കർത്താവ് അദ്ദേഹത്തെ വിളിച്ചത് അന്ത്രയോസ് അദ്ദേഹത്തെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാമത്തെ വാക്യം. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകുമെന്ന് പറഞ്ഞു. അതാണ് അവന് ലഭിച്ച ആദ്യത്തെ വിളി. പത്രോസിന് 2 പ്രാവശ്യം കർത്താവിന്റെ വിളി ലഭിക്കുന്നുണ്ട്. ഒന്ന്, തന്റെ സഹോദരനായ അന്ത്രയോസ് മുഖാന്തരം അവനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ യേശു അവനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നീ ശിമോനാകുന്നു, നീ കേഫയാകും. കേഫ എന്നത് അരാമ്യ പദമാണ്. അതിൽ നിന്നാണ് പെട്രോസ് എന്ന ഗ്രീക്ക് വാക്ക്, പത്രോസ് എന്ന മലയാള വാക്ക് വന്നിരിക്കുന്നത്. പാറ കഷ്ണമാകും. ഇന്ന് നീ ആടി ഉലയുന്നവനാണ്, ശിമോനാണ്, സ്ഥിരതയില്ലാത്തവനാണ്, എന്നാൽ നീ പാറ പോലെ ഉറപ്പുള്ളവൻ ആകും. ആദ്യത്തെ വിളിയിൽ തന്നെ അവന്റെ ഭാവിയെ കുറിച്ച് കർത്താവ് പറഞ്ഞു. നീ പത്രോസ് ആകും എന്ന് പറഞ്ഞു. എപ്പോഴാ ആയത്? മത്തായി സുവിശേഷം 16-ന്റെ 17, 18 വാക്യങ്ങളിൽ അവൻ യേശുവിനെ അവന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ഏറ്റു പറഞ്ഞു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഏറ്റു പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, നൗ യു ആർ ദ പീറ്റർ, ഇപ്പോൾ നീ പത്രോസ് ആകുന്നു. അങ്ങനെ ഒരു അഭിമുഖം കർത്താവുമായിട്ടുണ്ടായെങ്കിലും അവൻ പഴയ പണിക്ക് പോയി. അവന്റെ ജോലി എന്തായിരുന്നു? മീൻ പിടിക്കാനാണ്. അങ്ങനെ അവൻ മീൻ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം യേശു അവനെ തെരഞ്ഞ് ഗലീലക്കടലിന്റെ തീരത്തേക്ക് ചെന്നു. അക്കാര്യം മത്തായി സുവിശേഷം 4-ന്റെ 18, 19 വാക്യങ്ങളിൽ വളരെ സംക്ഷിപ്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവ് കടൽപ്പുറത്ത് നടക്കുമ്പോൾ പത്രോസിനെയും അവന്റെ സഹോദരനായ അന്ത്രയോസിനെയും കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവർ പടകും വലയും ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ പുറകെ പോയി. ഇത് വളരെ സംക്ഷിപ്തമായ ഒരു റിപ്പോർട്ടാണ്. എന്നാൽ ഈ കാര്യം ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചെഴുതിയ വൈദ്യനായ ലൂക്കോസ് ആ സംഭവം വളരെ സവിസ്തരമായിട്ട് പറയുന്നതാണ്. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. ശിമോന്റെ പടയിൽ കയറിയിട്ട് കർത്താവ് പറഞ്ഞ്, അല്പം നീക്കണം, എനിക്ക് ഇവിടുന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കണം. അവിടെ നിന്ന് കർത്താവ് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. അവസാനം അവന്റെ ആ തകർന്ന അവസ്ഥ അറിഞ്ഞിട്ട് യേശു പറഞ്ഞു, മീൻപിടുത്തത്തിന് വല വീശാൻ പറഞ്ഞു. വല വീശി പെരുത്ത മീൻകൂട്ടം കിട്ടി. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യം. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. കാരണം അന്ത്രയോസ് മുഖാന്തരം ഇവനെ യേശുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നപ്പോൾ തന്നെ അവനൊരു വിളി കിട്ടിയതാണ്. പക്ഷേ അവൻ ആ വിളി നിരസിച്ചിട്ട് അതിന്റെ ഗൗരവം കൊടുക്കാതെ അവൻ മടങ്ങിപ്പോയി. കർത്താവ് അവനെ ഇവിടെ വെച്ച് 2ാമത് വിളിക്കുകയാണ്.
ആ രണ്ടാം വിളി ഉണ്ടായപ്പോഴാണ് അവൻ പറഞ്ഞത്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടു പോകണമേ. 11-ാമത്തെ വാക്യം. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. അതാണ് അവന് ലഭിച്ച രണ്ടാമത്തെ വിളി. മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് അതിൻ്റെ ഒരു സംക്ഷിപ്തമായ രൂപമാണ്. ആ സംക്ഷിപ്ത രൂപത്തിൻ്റെ പിന്നിൽ നടന്ന ചരിത്രമാണ് ലൂക്കോസ് സവിസ്തരമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ. പത്രോസാണ് ഇത് എഴുതിയിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് തന്നെ പത്രോസിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 15-ാമത്തെ വാക്യം, നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുക. അപ്പൊ ദൈവം വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. അതിന്റെ തൊട്ട് താഴെ ഒരു ഉദ്ധരണി കൊടുത്തിരിക്കുകയാണ്, ലേവ്യ പുസ്തകത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണി. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. അപ്പൊ എന്തിനാണ് ദൈവം നമ്മെ വിളിച്ചത്? വിശുദ്ധ വിളി കൊണ്ട് ദൈവം നമ്മെ വിളിച്ചു. എന്തിന്? വിശുദ്ധരായിരിക്കാൻ. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. എങ്ങനെയാണ് വിശുദ്ധീകരണം പ്രാപിപ്പാൻ കഴിയുന്നത്? അതാണ് തന്റെ ലേഖനത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ വായിച്ചത്. യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി വൃതന്മാരായവർക്ക് എഴുതുന്നത്, ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചു. എന്തിന്? വിശുദ്ധരായിരിക്കാൻ ദൈവം നമ്മളെ വിളിച്ചു. അശുദ്ധി നിറഞ്ഞ ലോകത്തിൽ ഒരു വിശുദ്ധ സമൂഹമായിരിക്കാനാണ് ദൈവം നമ്മെ വിളിച്ചത്. നമ്മൾ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആറ്റിലിറങ്ങി കുളിക്കുന്നു എന്നിരിക്കട്ടെ. അപ്പൊ ആറ്റിൽ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ ഭാരം നമുക്കറിയാമോ? ഇല്ല. എന്നാൽ ആ വെള്ളത്തിൽ നിന്ന് കയറി ഒരു കലത്തിനകത്ത് ആ വെള്ളം തന്നെ കോരി തല വെച്ചോണ്ടിരിക്കുമ്പോഴാ ആ വെള്ളത്തിന്റെ വെയിറ്റ് നമുക്ക് മനസ്സിലാകും. ലോകത്തിൽ നമ്മൾ പലപ്പോഴും ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ മാലിന്യം നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് വേദപുസ്തകം വായിക്കുന്നത്, ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ പിന്നെയും കുടുങ്ങിപ്പോയാൽ അവരുടെ അവസാനം വളരെ വഷളായി മാറും. നായ് ഛർദിയിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ, പന്നി ചെളിയിലേക്ക് തിരിച്ചു പോകുന്നത് പോലെ അവരുടെ അവസാനം വളരെ വഷളായി മാറും. അപ്പൊ പത്രോസ് പറയാണ്, ദൈവം നിങ്ങളെ വിളിച്ചു. എന്തിന്? വിശുദ്ധരായിരിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പീൻ, അശുദ്ധമായതൊന്നും തുടരുത്. അങ്ങനെയായാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രിപുത്രന്മാരും ഞാൻ നിങ്ങൾക്ക് പിതാവുമായിരിക്കും. എന്തിനാ ദൈവം വിളിച്ചത്? 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം. അപ്പൊ എന്തിനാ വിളിച്ചത്? വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സൽഗുണങ്ങൾ, അല്ലേ? വിളിച്ച വ്യക്തിയിൽ യാതൊരു ദുർഗുണവും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ദുർഗുണങ്ങളേ ഉള്ളൂ. പക്ഷെ നമ്മളെ വിളിച്ച കർത്താവിന്റെ ജീവിതത്തിൽ യാതൊരു ദുർഗുണവും ഇല്ല. വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നു. 1 പത്രോസ് 2:20-21 വാക്യം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അടുത്ത വാക്യം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഏതിനായിട്ട്? കഷ്ടം സഹിപ്പാനായിട്ട് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ കൂടെ നമുക്ക് വരം നൽകപ്പെട്ടിരിക്കുന്നു. ബൈബിളിലെ മിക്ക പുസ്തകങ്ങൾക്കും ചരിത്രപരമായ ഒരു പശ്ചാത്തലമുണ്ട്. പത്രോസിന്റെ ലേഖനങ്ങളുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിന്റെ പേരിൽ കഷ്ടത അനുഭവിച്ച വിശ്വാസികളെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടി എഴുതിയ ലേഖനമാണ്. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് അനുഭവിച്ചു എന്നോർത്ത് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്. എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും ഉപദ്രവം ഉണ്ടാകും. നമുക്കാർക്കും ജീവിതത്തിൽ വരുന്ന കഷ്ടതകളെക്കുറിച്ചുള്ള പ്രസംഗം ഇഷ്ടമല്ല. പക്ഷേ നാം മനസ്സിലാക്കണം, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടമനുഭവിപ്പാൻ കൂടെ
നമുക്ക് വരം നൽകിയിരിക്കുകയാണ്. നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. യേശുവിനെ തള്ളിക്കളഞ്ഞ ഒരു ലോകം അല്ലേ നമ്മയും തള്ളിക്കളയും. 3-ാം അധ്യായം 9-ാം വാക്യം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇപ്പൊ വിളിക്കപ്പെട്ടു എന്തിന്? അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടു. ദോഷത്തിന് ദോഷം പകരം ചെയ്യാതെയും ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കയാൽ അനുഗ്രഹിക്കുന്നവരായും ഇരിപ്പീൻ. പൂർവ്വപിതാവായ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്കോർമ്മയുണ്ടല്ലോ, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അനുഗ്രഹം അനുഭവിപ്പാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പലരുടെയും ജീവിതത്തിൽ അവരൊക്കെ സഹിച്ച കഷ്ടതകൾക്ക് അനുസൃതമായി പല നന്മകളും പ്രാപിച്ചിട്ടില്ല. എങ്കിലും ദൈവം വിശ്വസ്തനാണ്. കർത്താവിന് ഹിതമായാൽ ഒരു വേള കഴിയുമ്പോൾ ഇതെല്ലാം നേരെ തിരിഞ്ഞു വരും. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. ഞാൻ എൻ്റെ ജീവിതകാലത്ത് ദൈവം ഒരുക്കുന്ന ചില അനുഗ്രഹങ്ങൾ ഞാൻ കാണുക മാത്രമല്ല, ഞാനത് അനുഭവിക്കുകയും ചെയ്യും. അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുക. ഇനി ആത്മീയ ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ത്? 5-ാം അധ്യായം 10-ാം വാക്യം, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ കണ്ടോ, നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. ഒരിക്കൽ നാം തേജസ് നഷ്ടപ്പെട്ടവരായിരുന്നു അല്ലേ? ഒരു വ്യത്യാസവുമില്ല, എല്ലാ മനുഷ്യരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ദൈവ തേജസ് ഇല്ലാത്തവരാണ്. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് കഴിയുമ്പോൾ നമുക്ക് ആ തേജസ് തിരിച്ചു കിട്ടുകയാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി നാം രൂപാന്തരപ്പെടുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിലുണ്ട്. നിത്യ തേജസ്സിൻ്റെ അനുഭവം. അല്പനേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം തേജസ്സിൻ്റെ ഖനം ലഭിപ്പാൻ കാരണമായി തീരുന്നു. ഈ ഭൂമിയിലേക്കുള്ള ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നാം രക്ഷിക്കപ്പെട്ടത്. നാം നിത്യതയ്ക്കായി വിളിക്കപ്പെട്ടവരാണ്, നിത്യതയ്ക്കായി നിർമ്മിക്കപ്പെട്ടവരാണ്, നിത്യതയ്ക്കായി നാം വേർതിരിയപ്പെട്ടവരാണ്. നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. പത്രോസിന്റെ ലേഖനത്തിലെ ചിന്തകളാണ് നാം ഇപ്പോൾ കണ്ടത്. ഇനി പൗലോസിന്റെയും മറ്റ് ലേഖനങ്ങളിൽ എന്തിനാണ് നമ്മെ വിളിച്ചതിൻ്റെ ദ പർപ്പസ് ഓഫ് ഹിസ് കോളിംഗ്, അവന്റെ വിളിയുടെ പിന്നിലുള്ള ഉദ്ദേശങ്ങൾ എന്ത് എന്ന് നമുക്ക് കാണാൻ കഴിയും. യൂദായുടെ ലേഖനം 3-ാം വാക്യം, പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന്. വിളിച്ചതിന് പിന്നിലെ ഒരു ഉദ്ദേശം എന്താ? വിശ്വാസത്തിന് വേണ്ടി നാം പോരാടണം. വിശ്വാസ ജീവിതം ഒരു പോരാട്ടക്കളമാണ്. ഇവിടെ പലതിനോടും മല്ലയുദ്ധം ചെയ്തെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. 1 തെസ്സലോനിക്കർ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം, തന്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം, തന്റെ മഹത്വത്തിന് യോഗ്യമാം വണ്ണം നടക്കണം. 2 തെസ്സലോനിക്കർ 2:14 അത് നമ്മൾ വായിക്കുന്നു. അവന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വിളിച്ചിരിക്കുന്നത്. അവിടെ മഹത്വം എന്ന വാക്കിന്റെ അർത്ഥം ഗ്ലോറിഫിക്കേഷനാണ്, തേജസ്കരണമാണ്. കർത്താവിന്റെ മടങ്ങി വരവിൽ നമുക്കൊരു തേജസ്കരണം ലഭിക്കും. മർത്യമായതിനു മീതെ അമർത്യമായതായിരിക്കും. മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ നാം ഈ ലോക ജീവിതത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, അങ്ങേ ലോകത്തിന് വേണ്ടി വേർതിരിയപ്പെട്ടവരാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നു, എൻ്റെ ജനനം മുതൽ എന്നെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്ന ദൈവം, എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചിരിക്കുന്നു. എന്തിനാ വിളിച്ചത്? എൻ്റെ ജനനം മുതൽ. യിരെമ്യാവിനോട് ദൈവം പറഞ്ഞു, നീ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് നിന്നെ വിശുദ്ധീകരിച്ചു, ജാതികൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വിളിയുടെ പിന്നിൽ വ്യക്തമായ ഉദ്ദേശങ്ങളുണ്ട്. ആ ചിന്ത ഒന്നുകൂടെ പൗലോസ് ആവർത്തിച്ച് പറയുന്നുണ്ട്. റോമാലേഖനം 8:28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു.
ജനനം മുതൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. നിർണയപ്രകാരം ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. മുൻനിർണയം എന്ന ഒരു ഉപദേശമുണ്ട് ബൈബിളിൽ, പ്രീ ഡെസ്റ്റിനേഷൻ. ബ്രദറൻ സഭയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ബ്രദറുകാരും ബന്ധുക്കോസുകാരും തമ്മിൽ 2-3 ചെറിയ കാര്യങ്ങളിൽ വ്യത്യാസമുണ്ട്. ഒന്ന്, ബ്രദറുകാർക്ക് നമുക്കുള്ളതുപോലെ ഒരു പാസ്റ്റർ ഇല്ല, മൂപ്പന്മാരാണുള്ളത് അല്ലേ? മൂപ്പന്മാരാൽ ഭരിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷ സംവിധാനമാണ് അവിടെ. നമുക്ക് ഒരു ഇടയനാണ്. രണ്ടാമത്തെ പ്രകടമായ വ്യത്യാസം, നാം കൃപാവരങ്ങളിൽ വിശ്വസിക്കുകയും അത് അനുഭവിക്കുകയും ചെയ്യുന്നു. അവർ 1-ാം നൂറ്റാണ്ടിൽ കൃപാവരങ്ങളൊക്കെ നിന്നുപോയി എന്ന് വിശ്വസിക്കുന്നവരാണ്. മൂന്നാമത്തെ വ്യത്യാസമാണ് മുൻനിർണയ സിദ്ധാന്തം. അവർ പറയുന്നത് സ്വർഗത്തിൽ പോകാൻ ദൈവം ചിലരെ മുന്നമേ കണ്ടിട്ടുണ്ട്, അവർ പോകും. അതിപ്പോൾ നമ്മൾ ചെയ്യുന്ന സുവിശേഷം പറഞ്ഞാലും സുവിശേഷം പറഞ്ഞില്ലേലും അവർ പോകും. രക്ഷിക്കപ്പെട്ട് പിന്മാറിപ്പോയെന്ന് പറഞ്ഞാൽ അത് അവന് മുൻനിർണയത്തിൽ വിളിക്കപ്പെട്ടവനല്ല. വിളിക്കപ്പെട്ടവനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? മുൻനിർണയപ്രകാരം വിളിക്കപ്പെട്ടവനായിരുന്നെങ്കിൽ അവൻ തീർച്ചയായിട്ടും സ്വർഗത്തിൽ കാണും. ഇത് ഈ 2 സിദ്ധാന്തം ഇത് മനസ്സിലാകുന്ന ഒരു പ്രത്യേക പദം പറഞ്ഞാണ് പൂച്ച സിദ്ധാന്തവും കുരങ്ങ് സിദ്ധാന്തവും എന്ന് പറയുന്നത്. തിയോളജിയിൽ പറയുന്ന 2 പദങ്ങൾ. അതായത് പൂച്ച കുഞ്ഞിനെ കടിച്ചെടുത്തോണ്ട് പോയി, കുഞ്ഞു പൂച്ച എന്ത് ചെയ്യും? കടിച്ചെടുത്തോണ്ട് പോയി ഒരിടത്ത് കൊണ്ടുവെക്കും. അടുത്ത ദിവസം ഈ തള്ളയ്ക്ക് തോന്നുന്നു ഇതിനെ ഇവിടെ വെക്കണ്ട, വേറെ ഇടത്ത് കൊണ്ടുവെക്കണം. പൂച്ച 7 ഇല്ല മാറും എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? ഈ കുഞ്ഞിനെ കടിച്ചെടുത്തോണ്ട് പോയി വെക്കുകയാണ്. കുഞ്ഞിന് യാതൊരു പങ്കുമില്ല. കുഞ്ഞ് വെറുതെ ഇങ്ങനെ കിടന്നാൽ മതി. തള്ളയാണ് ഫുൾ കാര്യം ചെയ്യുന്നത്, കടിച്ചെടുത്തോണ്ട് പോയി വെക്കുന്നത്. എന്നാൽ കുരങ്ങ് സിദ്ധാന്തം അതല്ല പറയുന്നത്. ഒരു മരത്തേന്ന് വേറൊരു മരത്തേലോട്ട് ചാടുകയാണ്. പക്ഷെ കുഞ്ഞെന്ത് ചെയ്യണം? അത് ഇങ്ങനെ അള്ളിപ്പിടിച്ച് കിടക്കണം. നമ്മൾ ഈ 2ാമത്തെ സിദ്ധാന്തമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പെന്തക്കോസ്തുകാർ വിശ്വസിക്കുന്നത് നമ്മൾ കുരങ്ങ് സിദ്ധാന്തത്തിലാണ് വിശ്വസിക്കുന്നത്. ദൈവമാണ് നമ്മളെ രക്ഷിക്കുന്നതെങ്കിലും മനുഷ്യനൊരു പങ്കുണ്ട്. നിങ്ങൾ നോക്കൂ, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. വിശ്വസിക്കാന്നൊരു പങ്ക് മനുഷ്യനില്ലേ? ദൈവമാണ് രക്ഷിക്കുന്നതെങ്കിലും അല്ലേ, അവനെൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും, എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമരുളും. ഒന്ന്, നാം ദൈവത്താൽ വിളിക്കപ്പെട്ടു. We were called by Lord Jesus Christ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. അപ്പൊ 2ാമത്തെ ചിന്ത അതാണ്, ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. We were chosen. വിളിച്ചവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നോക്കിക്കേ. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കി വിളിച്ചു, അവരിൽ 12 പേരെ തെരഞ്ഞെടുത്തു. വിളിച്ചവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. ഇവിടെ ചൂസിങ് അല്ലെങ്കിൽ ചോസൺ എന്ന വാക്കിന് എലക്ഷൻ എന്നൊരർത്ഥം കൂടെ കൊടുക്കാം. ചില വേർഷനുകളിൽ എലക്ഷൻ എന്നുള്ള പദമാണ്. യു ആർ എലക്റ്റഡ്, നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. വിളിക്കപ്പെട്ടവരിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ വിളിക്കപ്പെട്ടവർ അനേകർ, തെരഞ്ഞെടുക്കപ്പെടുന്നവരോ ചുരുക്കം. യേശു രാത്രി മുഴുവൻ പിതാവായ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചു. നേരം പുലർന്നപ്പോൾ അവൻ തൻ്റെ ശിഷ്യന്മാരെ മുഴുവൻ അരികെ വിളിച്ചു. അവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്തവർക്ക് കർത്താവ് അപ്പോസ്തലന്മാരെന്ന് പേരിട്ടു. തനിക്ക് ബോധിച്ചവരെ അവൻ തെരഞ്ഞെടുത്തു എന്ന് വായിക്കുന്നത്. ഇപ്പൊ തെരഞ്ഞെടുപ്പിന്റെ പിന്നിലെ മുഴുവൻ ഉത്തരവാദിത്വവും ദൈവത്തിൻ്റെതാണ്. അതാ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ദൈവത്താൽ നാം തെരഞ്ഞെടുക്കപ്പെട്ടു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 26 മുതൽ 28 വരെയുള്ള വാക്യം. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാരും ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ഇനി അടുത്തത്, ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. അടുത്തത്, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. അടുത്ത വാക്യം, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തെരഞ്ഞെടുത്തു. അപ്പൊ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മുടെ ആരുടെയും യോഗ്യത നോക്കിയിട്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്, അല്ലേ? നാം കുലഹീനരായിരുന്നു, ബലഹീനരായിരുന്നു,
ആമേൻ ലോകത്തിൽ ഒന്നുമില്ലാത്തവരായിരുന്നു, ആമേൻ ഏതുമില്ലാത്തവരായിരുന്നു. എന്നാൽ ദൈവം നമ്മളോട് കൃപ തോന്നി നമ്മെ തെരഞ്ഞെടുത്തു. എത്രയോ ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിന്റെ 5 ഉദ്ദേശങ്ങൾ 2 തെസ്സലോനിക്ക ലേഖനം 2:13 ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദ്യം മുതൽ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിനും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തത് കൊണ്ട്. എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? വിശ്വാസത്താലുള്ള രക്ഷയ്ക്കായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. രക്ഷിക്കപ്പെടുവാനാണ് ദൈവം നമ്മെ വിളിച്ചത്. രക്ഷ ലഭിക്കുന്നത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലുള്ള രക്ഷ. ശിക്ഷയിൽ നിന്നുള്ള ഒഴിവാണ് രക്ഷ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. രക്ഷയ്ക്കായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എഫേസ്യ ലേഖനം 1:4 എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനാ തിരഞ്ഞെടുത്ത പദം നോക്കിയേ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് തിരഞ്ഞെടുത്തു. ഇപ്പൊ ഞാൻ ഇവിടെ ഇന്ന് പ്രസംഗിക്കുമെന്നുള്ളത് കർത്താവ് ഞാൻ ജനിച്ചപ്പോഴല്ല എന്നെ തിരഞ്ഞെടുത്തത്. ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിലുണ്ടായിരുന്നു. അവന്റെ മുന്നറിവിനൊത്തവണ്ണം ലോകസ്ഥാപനത്തിനു മുമ്പേ അവൻ നമ്മെ തിരഞ്ഞെടുത്തു. 3-ാമത്തെ കാര്യം യാക്കോബിന്റെ ലേഖനത്തിലാണ് വായിക്കുന്നത് 2:5. പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തു. എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? അവകാശികളും സമ്പന്നരുമാകേണ്ടതിന് തിരഞ്ഞെടുത്തു. എന്താ ഇവിടെ പറയുന്നത്? സമ്പന്നത, വിശ്വാസത്തിൽ സമ്പന്നരാകുക. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നീ സമ്പന്നനാകേണ്ടതിന് പൊന്നോട് വിലയ്ക്ക് വാങ്ങണം. അവിടെ പറയുന്ന പൊന്ന് തീയിൽ ശോധന ചെയ്യുന്നതും അഴിഞ്ഞു പോകുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വലിയത് വിശ്വാസമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവന്മാർ, സ്വർഗരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നു. എന്താ ആത്മീയ ദാരിദ്ര്യത എന്ന് പറഞ്ഞാൽ? വിശന്നിരിക്കുന്നവന് ആഹാരം കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലേ? ദാഹിച്ചിരിക്കുന്നവന് വെള്ളം കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലേ? ആത്മാവിൽ ദരിദ്രൻ എന്താ? എത്ര പാടിയാലും മതി വരാത്ത, എത്ര പ്രാർത്ഥിച്ചാലും തൃപ്തി വരാത്ത, തിരുവെഴുത്ത് എത്ര പ്രാവശ്യവും വായിച്ചു തീർത്താലും കൊതി തീരാത്ത ഒരു ദാരിദ്ര്യത. തിരഞ്ഞെടുപ്പിന് മറ്റൊരു ഉദ്ദേശം മുമ്പ് ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ. 1 പത്രോസ് 2:9 നമുക്ക് കാണാതറിയാം. അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുത്തു അല്ലേ? മത്തായി 9:31 കാഴ്ച പ്രാപിച്ചവനോട് ആരോടും പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ അവനോ പുറപ്പെട്ട് നാട്ടിലൊക്കെയും ഘോഷിച്ചു. മർക്കോസ് 5:20 ഭൂതഗ്രസ്തനോട് വീട്ടിൽ പോയി അടങ്ങി ഒതുങ്ങി താമസിക്കാനാ പറഞ്ഞെങ്കിലും അവൻ പുറപ്പെട്ട് നാട്ടിലൊക്കെയും ആ വാർത്ത ഘോഷിക്കാൻ തുടങ്ങി. എന്തിനാ ദൈവം തിരഞ്ഞെടുത്തത്? ഫലം കായ്ക്കാൻ തിരഞ്ഞെടുത്തു. യോഹന്നാന്റെ സുവിശേഷം 15:16 നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചു. കണ്ടോ, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. എന്തിനാ? ഫലം കായ്ക്കാൻ. ഫലം എന്ന പദം 3 പ്രാവശ്യം അവിടെ ഉണ്ട്. ഫലം കായ്ക്കണം, അധികം ഫലം കായ്ക്കണം, വളരെ ഫലം കായ്ക്കണം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ഫലം കായ്ക്കുക മാത്രമല്ല, ഫലം നിലനിൽക്കുകയും കൂടെ വേണം. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ മാവുണ്ടായിരിക്കും. മാവിൽ ഒത്തിരി ചെറിയ ചെറിയ കണ്ണിമാങ്ങ വീഴും. പക്ഷെ രാത്രിയിലെല്ലാം പടുപടൂന്ന് കേൾക്കാം. എന്താ? മൂക്കാതെ പലതും കൊഴിഞ്ഞു പോവുകയാണ്. ഫലം കൊഴിഞ്ഞു പോവുകയാണ്. കർത്താവ് വിളിച്ചത് ഫലം പുറപ്പെടുവിക്കാൻ മാത്രമല്ല, ഫലം നിലനിൽക്കണം. നിലനിൽക്കുന്ന ഫലം. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വം. ഗലാത്യ ലേഖനത്തിൽ നമ്മൾ ജഡത്തിന്റെ പ്രവർത്തികളോ എന്ന് പറഞ്ഞിട്ട് കുറേ പ്രവർത്തികൾ വായിക്കും. നേരെ തിരിച്ച് ആത്മാവിന്റെ ഫലമോ എന്ന് പറഞ്ഞ് കുറേ ഫലങ്ങൾ പറയും. അവിടെ പറയുന്ന ആത്മാവ് പരിശുദ്ധാത്മാവല്ല, അത് നമ്മുടെ ആത്മാവാണ്. 3-ാമത്തെ ചിന്തയിലേക്ക് വന്ന് അവസാനിപ്പിക്കാം. നമ്മൾ വായിച്ച വാക്യത്തിൽ 3 പ്രധാന ചിന്തയാണ്.
ഒന്ന്, ദൈവം നമ്മെ വിളിച്ചു. 2, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. 3, നാം ഇടറിപ്പോകാതെ നിന്നാൽ ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. വേദപുസ്തകത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഇതേക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇടറിപ്പോകുക. മത്തായി സുവിശേഷം 13-ാം അധ്യായം 20-21 വാക്യങ്ങൾ. പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നതാകുന്നു എങ്കിലും വേരില്ലാതിരിക്കാൻ അവൻ ക്ഷണികനത്രേ. അടുത്ത വാക്യം. വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഇടറിപ്പോകാതെ നിന്നാൽ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി ലഭിക്കും. ഇവിടെ നോക്കൂ, ഒരുവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് വിതച്ചു. പക്ഷേ ആ വിത്തിന് കിളിർത്തു വരാൻ തക്ക മണ്ണവിടുണ്ടായിരുന്നില്ല. വേരിനോട്ടം കിട്ടുമായിരുന്നില്ല. പാറസ്ഥലത്താണ് വീണത്. പാറയുടെ ചൂട് തട്ടി മണ്ണില്ലാതിരുന്നു. വേര് ദ്രവിച്ചു പോയി, ഉരുകിപ്പോയി, ഉണങ്ങിപ്പോയി. അവിടെ വായിക്കുകയാണ്, വചന നിമിത്തം ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. മത്തായി സുവിശേഷം തന്നെ 13:53 മുതലുള്ള വാക്യങ്ങൾ നോക്കി. 53 മുതൽ. ഈ ഉപമകളെ പറഞ്ഞു തീർന്ന ശേഷം യേശു അവിടം വിട്ട് തന്റെ പിതൃനഗരത്തിൽ വന്നു അവരുടെ പള്ളിയിൽ അവരെ ഉപദേശിച്ചു. അവർ വിസ്മയിച്ചു, ഇവൻ ഈ ജ്ഞാനവും വീര്യപ്രവൃത്തികളും എവിടെ നിന്ന്? ഇവൻ തച്ചന്റെ മകനല്ലയോ? ഇവന്റെ അമ്മ മറിയ എന്നവളല്ലയോ? ഇവന്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, ശിമോൻ, യൂദ എന്നിവർ അല്ലയോ? അടുത്തത്, ഇവന്റെ സഹോദരികളും എല്ലാം നമ്മോട് കൂടെ ഇല്ലയോ? ഇവൻ ഇതൊക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. ഹലോ, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. യേശുവിന്റെ സഹോദരിമാരൊക്കെ അവിടെ ഉണ്ട്. പിതൃഭവനക്കാരും മതനേതാക്കന്മാരും വന്നിട്ട് പറയും, ഇവനാരാ? ഇവന്റെ സഹോദരന്മാര് നമ്മുടെ കൂടെ ഇല്ലേ? സഹോദരിമാര് നമ്മുടെ കൂടെ ഇല്ലേ? ഇവൻ യാക്കോബ്, യോസ, യൂദാ, ശിമോൻ എന്നിവരുടെ സഹോദരനല്ലേ, തച്ചനല്ലേ? അവർ അവനിൽ വിശ്വസിച്ചില്ല. തിരുവെഴുത്ത് പറയുന്നു, അവർ അവങ്കൽ ഇടറിപ്പോയി. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വന്നാട്ട് 7-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 7:19 മുതല്. തന്റെ ശിഷ്യന്മാരിൽ 2 പേരെ വിളിച്ച് കർത്താവിന്റെ അടുക്കൽ അയച്ചു. സ്നാപക യോഹന്നാൻ ജയിലിൽ കിടക്കുകയാണ്. ജയിലായപ്പോ താൻ വിചാരിച്ചു, ഞാന് മശിഹയെ പരിചയപ്പെടുത്തിയ ആളല്ലേ, ഞാൻ ജയിലിലായ മശിഹ വന്ന് എന്നെ വിടുവിച്ചോളൂ. താൻ അങ്ങനെ താമസിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞു, യേശു വന്നില്ല. യേശു വന്നില്ലെന്ന് മാത്രമല്ല, തിരുവെഴുത്തിൽ വായിക്കുന്നത്, യോഹന്നാൻ തടവിൽ ആയി എന്ന് കേട്ടാറ യേശു അവിടുന്ന് മാറിപ്പോയി ദൈവവചനം പ്രസംഗിക്കാൻ തുടങ്ങി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് പ്രസംഗിച്ചു തുടങ്ങി. അപ്പൊ യോഹന്നാൻ കാത്തിരിക്കുക, ഇപ്പൊ വരുമെന്ന് വിചാരിച്ചു. വന്നില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും ആരും വന്നില്ല തന്നെ വിടുവിക്കാൻ. അപ്പൊ അതെനിക്ക് സംശയമായി. അതുകൊണ്ട് ചില ആളുകളെ വിട്ടിട്ട് ചോദിച്ചു, വരാനുള്ള ആള് നീ തന്നെയാണോ, അതോ ഇനി ഞങ്ങൾ വേറെ ആരെങ്കിലും കാത്തിരിക്കണമോ? യേശു പറഞ്ഞു, ചെന്ന് പറയണം, കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഭൂതഗ്രസ്തർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. അവിടെ യേശു ഒരു വചനം പറഞ്ഞു, എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. യോഹന്നാനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഹലോ, എത്ര ഭയങ്കര അഭിഷേകമുണ്ടായിരുന്ന മനുഷ്യനാണ്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ഉള്ളിൽ പിള്ള തുള്ളിയതല്ലേ, അഭിഷേകം നിറഞ്ഞവനല്ലേ, സ്ത്രീയിൽ ജനിച്ചവരിൽ വലിയ മനുഷ്യനാണെന്ന് യേശു തന്നെ സാക്ഷ്യം പറഞ്ഞ ആളല്ലേ, ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു എന്ന് പറഞ്ഞവനല്ലേ, ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേര് വിളിക്കപ്പെട്ടവനല്ലേ. പക്ഷേ അവനിപ്പോൾ കിടക്കുന്നത് ജയിലിലാണ്. ദുഷ്ടന്മാരുടെ കൂടെയാണ് അവൻ താമസിക്കുന്നത്. പരിഹാസികളുടെ ഇരിപ്പിടത്തിലാണ് അവൻ ഇരിക്കുന്നത്. ആ ദുഷ്ടന്മാരുടെ കൂട്ടുകെട്ടിൽ അകപ്പെട്ടപ്പോൾ അവൻ്റെ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങി. അവൻ നോക്കിയപ്പോൾ ദുഷ്ടന്മാരെ പോലും വിടുവിക്കാൻ ആരെയിലൊക്കെ റെക്കമെൻഡേഷനുമായിട്ട് വരുന്നു. ഞാൻ മശിഹയെ സ്നാനപ്പെടുത്തിയിട്ട് ഇവിടെ കിടക്കുക, എന്നെ വിടുവിക്കാൻ മശിഹ വരുമെന്ന് വിചാരിച്ചു, വരുന്നില്ല. അപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. ഇടറിപ്പോയ വേറൊരു മനുഷ്യനെ നിങ്ങൾ നോക്കിയേ. മത്തായി 26:31 വാക്യം. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കിൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും. 33 വാക്യം. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഇടറുകയില്ല.
പക്ഷേ പത്രോസ് കർത്താവിങ്കൽ ഇടറിപ്പോയി, കർത്താവിനെ തള്ളിപ്പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് ആണയിടുവാനും പ്രാകുവാനും ഒക്കെ തുടങ്ങിയില്ലേ? ജീവനുള്ള ദൈവപുത്രനെ ത്യജിച്ച് കളയാതിരിക്കുന്നതിന് അവിശ്വാസവും ദുഷ്ടതയുമുള്ള കഠിന ഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ കാര്യങ്ങൾ ചിലപ്പോൾ നടന്നെന്ന് വരാം, നടന്നില്ല എന്ന് വരാം. പക്ഷെ ഇടറിപ്പോകരുത്. ഇടറിപ്പോകാതിരുന്നാൽ ദൈവത്തിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. വചന നിമിത്തം ഉപദ്രവമോ ഞെരുക്കമോ സഹിക്കുമ്പോൾ പല വിശ്വാസികളും ഇടറിപ്പോവുകയാണ്. യോഹന്നാൻ സ്നാപകൻ ഇടറിപ്പോവുകയാണ്. പത്രോസിന് പോലും ഇടർച്ച പറ്റി. ഈ അനുഭവമുള്ള പത്രോസാണ് ലേഖനത്തിൽ എഴുതിയത്, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകാതെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. നെടുമ്പാശ്ശേരിയിൽ ആത്മീക ആരാധനയ്ക്കായി ഒരിടം. പാസ്റ്റർ ബാബു ജോർജ് പത്തനാപുരം എഴുതിയ പുസ്തകങ്ങൾ ലഭ്യമാണ്. തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.